നമസ്കാരം. പാർലമെന്റ് ഇലക്ഷന് തൊട്ടു മുന്നോടിയായിട്ട് LDF കൺവീനറും CPM നേതാവുമായിട്ടുള്ള EP ജയരാജനും അതോടൊപ്പം തന്നെ BJPയുടെ ദേശീയ കാര്യകർത്താവും കേരളത്തിന്റെ പ്രഭാരിയുമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ട് CPMൽ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. EP ജയരാജൻ BJPയിലേക്ക് പോകാൻ പോകുന്നു. BJPയിലേക്ക് പോകുക മാത്രമല്ല CPMലെ പല നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ അണികളെയും BJPയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നിലപാട് EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ CPMന്റെ സംസ്ഥാന സമിതി അച്ചടക്ക നടപടി എന്നുള്ള രീതിയിലേക്ക് EP ജയരാജനെതിരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ നടപടി ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ലെന്നും ഈ LDF കൺവീനർ സ്ഥാനവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ ചുമതലകളിൽ നിന്നും താൻ ഇറങ്ങുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയുമായിട്ട് EP ജയരാജൻ വന്നിരിക്കുകയാണ്. ഇന്ന് നടക്കാനിരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ EP ജയരാജൻ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പൊ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം LDFൽ നിന്ന് അല്ലെങ്കിൽ CPMൽ നിന്ന് EP ജയരാജൻ പുറത്തേക്ക് പോവുകയാണ്, BJPയിലേക്ക് എത്താൻ പോവുകയാണെന്നുള്ള വാർത്ത തന്നെയാണ്. അപ്പൊ പ്രധാനമായിട്ട് BJPയുടെ ദേശീയ നേതൃത്വം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഓരോ പദ്ധതികളും കൃത്യമായിട്ട് തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയണം. അതുപോലെ ഒരു വളരെ മറ്റു സംസ്ഥാനങ്ങളിൽ പല രീതിയിൽ BJPയിലേക്ക് പല നേതാക്കന്മാരും എങ്ങനെയാണോ എത്തുന്നത് അത് കേരളത്തിലും നടപ്പിലാക്കി വിജയിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പായി സോറൻ BJPയിലേക്ക് വന്നിരുന്നു. അദ്ദേഹം BJPയിൽ മെമ്പർഷിപ്പ് എടുത്താണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് BJP എതിർക്കാൻ നിൽക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണോ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി BJPയിൽ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് CPM നേതാക്കന്മാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരുമകനായിട്ടുള്ള റിയാസിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം അത് കണ്ണൂർ ലോബിക്ക് വലിയ തരത്തിൽ തലവേദനയാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ കണ്ണൂർ CPMലെ ലോബി എന്ന് പറയുന്നതിൽ പ്രധാനിയായിരുന്ന EP ജയരാജൻ ഇപ്പോൾ വലിയ തരത്തിലൊരു പ്രതിഷേധം ഒരു കൊടി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ല. അതുകൊണ്ടാണ് CPMൽ നിന്ന് രാജിവെച്ചിട്ടാണെങ്കിലും BJPയിലേക്ക് കൃത്യമായിട്ട് ചേക്കേറാൻ താൻ തയ്യാറാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തകൾ പ്രചരിച്ചു വരുന്നു. EP ജയരാജൻ ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നിലപാടുകൾ അല്ലെങ്കിൽ ഇതിന് തൊട്ട് പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ടിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടുള്ള EP ജയരാജന് ബന്ധം BJPയുടെ ദേശീയ കാര്യകർത്താക്കളുമായിട്ട് നേരിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു രാഷ്ട്രീയ കൂളിളക്കം കേരളത്തിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. CPMൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഈ ഒരു വിഷയത്തെ കാണാൻ സാധിക്കും. പശ്ചിമ ബംഗാളും അതോടൊപ്പം തന്നെ ത്രിപുരയും ഏത് തരത്തിലാണ് CPMന് കൈവിട്ടു പോകുന്നത് അതേ നിലയിലേക്ക് കേരളവും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾക്ക് തൃശൂർ പാർലമെന്റ് ഇലക്ഷന്റെ പല പഞ്ചായത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരിലെ തന്നെ വലിയ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്ന് പറഞ്ഞിരുന്ന അന്തിക്കാട് പഞ്ചായത്തിൽ പോലും 16 ബൂത്തുകളിൽ 15 ബൂത്തുകളിലും BJP വലിയ ഒരു മുന്നേറ്റം നടത്തുകയും ഇതോടൊപ്പം തന്നെ പല പഞ്ചായത്തുകളിലും CPMന് അടിസ്ഥാനപരമായിട്ട് വേരോട്ടമുള്ള ഭൂരിഭാഗം പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ 7 മണ്ഡലങ്ങൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇതിൽ 7 CPM ഇടതുപക്ഷമാണ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ് വിജയിച്ചു പോകുന്നത്. ഇതിൽ 7ൽ 6 BJP ആണ് പിടിച്ചത്. അപ്പോൾ ഇടതുപക്ഷ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിച്ചത്. ഇതിന്റെ എല്ലാം പുറകിലുള്ളത് ഈഴവ സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തിൽ നിന്ന് BJPയിലേക്ക് എത്തി എന്നുള്ള ഒരു സംഭവം തന്നെ. അപ്പോ ഇതെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് EP ജയരാജനെ പോലെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ CPMൽ നിന്ന് BJPയിലേക്ക് എത്തുകയാണെങ്കിൽ കേരളത്തിൽ BJPക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. കണ്ണൂർ പോലെ കനലെരിയുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ വലിയ തരത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയെ സംബന്ധിച്ച് അവിടെ നിന്ന് CPMന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമൂത്ത നേതാവ് നിലവിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ വധശ്രമത്തിന് വരെ വലിയ തരത്തിൽ ഇരയാകേണ്ടി വന്ന
ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വെടിയേറ്റ ഒരു സാഹചര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇടക്കാലത്ത് വരെയും കെ സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷന് ശേഷം കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് നേടാൻ സാധിച്ചതിന് ശേഷം തന്നെ വലിയ രീതിയിൽ തന്നെ ഇതൊരു CPM-ന് തിരിച്ചടിയാകാൻ പോകുന്ന ഒരു വിഷയമാണ്. പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള റിയാസിനെ മുഖ്യമന്ത്രിയായിട്ട് അടുത്തത് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനെതിരെയുള്ള CPM-ൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രതിഷേധമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വിഷയമായിട്ട് EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും പാർട്ടികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റികളിൽ പോലും ഇന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളും വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇവിടെ അധികാരത്തിൽ നിലനിൽക്കാമെന്നും വോട്ട് ബാങ്ക് സൃഷ്ടിക്കാമെന്നുള്ള CPM-ന്റെ നയത്തിന് ഒരു തിരിച്ചടിയായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. കൊലപാതക രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും CPM ഇതിനിടയിൽ വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. BJP പല പഞ്ചായത്തുകളിലും കൃത്യമായിട്ടുള്ള പ്രവർത്തന സംവിധാനങ്ങളോട് കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോരുന്ന സമയത്ത് അതിനെതിരെ നിലകൊണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒരു വലിയ ഒരു ഇരുട്ടടിയായിട്ട് വേണം നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവ് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് നേരിട്ടിറങ്ങുന്ന EP ജയരാജൻ തന്നെ CPM വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം വിട്ട് പൂർണ്ണമായിട്ടും തന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ആശയത്തിന് വിരുദ്ധമായിട്ട് ഇത്രയും കാലം നിന്ന BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും. BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്ത പരസ്യമായിട്ട് EP ജയരാജൻ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്തായിരിക്കും ഈ റൂട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. CPM RSS സംഘർഷം കണ്ണൂർ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പൊ പല രീതിയിൽ CPM-ന്റെയും RSS-ന്റെയും നേതാക്കന്മാർ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി അത് ആദ്യം രഹസ്യമായിട്ടും പിന്നീട് അത് പരസ്യമായിട്ടുമുള്ള ചർച്ചകളിലേക്ക് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ RSS-നെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരുമായിട്ട് EP ജയരാജനെ പോലെയുള്ള കണ്ണൂരിലെ പല CPM നേതാക്കന്മാർക്ക് ഇന്ന് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടെന്നും ദേശീയ തലത്തിൽ BJPയുടെ വളർച്ച അത് കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നും കൃത്യമായിട്ട് തിരിച്ചറിയുകയും ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് തന്റെ ഇഷ്ടപ്രകാരം തന്റെ മരുമകനെ പോലും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കാര്യകർത്താവ് ഇന്ന് CPM-ന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രസ്ഥാനത്തിന് വലിയ ഭീഷണിയാകുമെന്നും ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകൾ പല CPM പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന തന്നെയാണ്. ഒരു സമയത്ത് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഗ്രൂപ്പ് വഴക്കുകളുമെല്ലാം പുറത്തേക്ക് വരികയും പരസ്യമായിട്ട് തന്നെ പ്ലീനം സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പച്ചത്തെറി വിളിക്കുന്ന സഖാക്കന്മാരുടെ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ വൈറലായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് ആ സമയത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എങ്ങനെയാണെങ്കിലും പിണറായി വിജയൻ VS അച്യുതാനന്ദനെതിരെ എടുത്ത പല തീരുമാനങ്ങളും അത് ഇപ്പോഴും CPM-ലെ പല നേതാക്കന്മാർക്കെതിരെയും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് EP ജയരാജൻ തന്നെയാണ്. പ്രീണന രാഷ്ട്രീയത്തിന് എതിരെ EP ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ഒരു സമയത്ത് ഒരുങ്ങുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇബിലാൽ ഫസ്റ്റ്.